നമ്മൾ സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗിൽ 2 രജിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. സീരിയൽ ബഫർ രജിസ്റ്റർ എന്തിനാന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ റിസപ്ഷന്റെ സമയത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈറ്റ് ലോഡ് ചെയ്യാനായിട്ട്. അതാണ് സീരിയൽ ബഫർ രജിസ്റ്റർ. അത് 8 ബിറ്റ് രജിസ്റ്ററാണ്. പിന്നെ നമ്മൾ സീരിയൽ കൺട്രോൾ രജിസ്റ്റർ പഠിച്ചു. അതാണ് തൊട്ട് മുന്നേ പഠിച്ചു. അതിന്റെ 8 ബിറ്റ് ഹയർ ഓർഡർ 2 ബിറ്റ് മോഡ് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ റിസീവ് എനേബിളിന് ഒരു ബിറ്റ് ഉണ്ട്. പിന്നെ ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ്, റിസീവ് ഇന്ററപ്റ്റ്, ഇത്രയൊക്കെയാണ് എസ്കോൺ രജിസ്റ്ററിൽ വരുന്ന പ്രോമിനന്റ് ആയിട്ടുള്ള ബിറ്റ്സ്. ഇനി എങ്ങനെയാണ് നമ്മൾ സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്? എന്തിനാണ് സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ ഒരു സീരിയൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്മിറ്റിംഗ് ഡേറ്റ. എങ്ങനെയാണ് സീരിയൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതായിട്ട് ആദ്യം നമ്മൾ ടി മോഡ് രജിസ്റ്റർ സെറ്റ് ചെയ്യണം. ടി മോഡ് ടൈമർ മോഡ് രജിസ്റ്റർ. ഇങ്ങനെ ടൈമർ 1 ആണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗിന്റെ ടൈമർ 1നെ മോഡ് 2 സെറ്റ് ചെയ്യണം. അപ്പൊ നോക്കിയേ, ടി മോഡ് രജിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ടൈമർ 1 ഉണ്ട്, ഇവിടെ ടൈമർ 0 ഉണ്ട്. നമ്മൾ ടൈമർ 1 മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടുത്തെ 4 ബിറ്റ് നമുക്ക് 0 ആക്കി വെക്കാം. ടൈമർ 1നെ നമ്മൾ മോഡ് 2ലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും 0, ഇവിടെ 0, ഇവിടെ 0. അപ്പൊ നമുക്ക് ഏത് വാല്യൂ ആയിരിക്കും നമ്മൾ ത്രൂ ഔട്ട് സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗിൽ നമ്മൾ ടൈമർ ടി മോഡ് രജിസ്റ്ററിൽ ലോഡ് ചെയ്യുന്ന കൗണ്ട് ഇത് തന്നെയാണ്, യാതൊരു ചേഞ്ചും ഇല്ല. എന്താണ് ആ കൗണ്ട്? 20H എന്നുള്ളതാണ് കൗണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ടി മോഡ് രജിസ്റ്ററിനെ സെറ്റ് ചെയ്യുന്നു. ഏത് വാല്യൂ വെച്ചിട്ട്? 20H വെച്ചിട്ട്. 20H ലോഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടൈമർ 1നെ മോഡ് 2ല്. രണ്ടും മോഡ് 2. ടൈമർ 1നെ മോഡ് 2ലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ടി മോഡ് രജിസ്റ്റർ സെറ്റ് ചെയ്തു. സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമർ 1 മോഡ് 2 നമ്മൾ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് TH1ലേക്ക് കറക്റ്റ് കൗണ്ട് കൊടുക്കണം. എന്തിനു വേണ്ടി? ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു 4800 ആണ് ബോർഡ് റേറ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യും? 28,800 ഡിവൈഡഡ് ബൈ 4800 ചെയ്യും. അപ്പൊ കിട്ടുന്ന വാല്യൂവിന്റെ നെഗറ്റീവ് വാല്യൂ അതായിരിക്കും നമ്മുടെ ബോർഡ് റേറ്റ്. ബോർഡ് റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് TH1ൽ കൊടുക്കുന്ന കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ടി മോഡ് രജിസ്റ്ററിൽ നമ്മൾ വാല്യൂ എഴുതി, 20H എന്നുള്ള വാല്യൂ എഴുതി ഫോർ യൂസിങ് ടൈമർ 1 മോഡ് 2. അതിനുവേണ്ടി നമ്മൾ ടി മോഡ് രജിസ്റ്ററിൽ 20H എന്നുള്ള വാല്യൂ എഴുതി വെച്ചു. എന്നിട്ട് TH1ൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കൗണ്ട് കൊടുത്തു. എന്തിനു വേണ്ടി? ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ ചെയ്യുന്നത് സീരിയൽ മോഡ് ഫിക്സ് ചെയ്യണം. അതിന് എസ്കോൺ രജിസ്റ്റർ ഉപയോഗിക്കണം. എസ്കോൺ രജിസ്റ്ററിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ, നമുക്ക് എപ്പോഴും മോഡ് 1 തന്നെയാണ്, മോഡ് 1ൽ നമ്മൾ എഴുതും. അങ്ങനെ ഒരു 8 ബിറ്റ് വാല്യൂ എഴുതി വെക്കണം. അതെങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇതാണ് നമ്മുടെ എസ്കോൺ രജിസ്റ്റർ. നമുക്കിപ്പോൾ വേണ്ടത്, നമ്മളൊരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോവാണ്. ട്രാൻസ്മിറ്റ് ചെയ്താലും റിസീവ് ചെയ്താലും ഈ വാല്യൂസ് ഒക്കെ എന്ത് മതി? 00 മതി. TB8 RB8 നമ്മൾ അൺയൂസ്ഡ് വാല്യൂസ് ആണ്. എപ്പോഴും റിസീവ് എനേബിൾ ഞാൻ പറഞ്ഞു നമ്മൾ 1 തന്നെ കൊടുക്കും. ഡേറ്റ ട്രാൻസ്മിഷൻ ആണെങ്കിലും ഡേറ്റ റിസപ്ഷൻ ആണെങ്കിലും റിസീവ് എനേബിൾ നമ്മൾ 1 കൊടുക്കും. SM2 നമ്മൾ ഉപയോഗിക്കാത്ത ബിറ്റാണ് 0. പിന്നെ SM0 SM1 എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മോഡ് 1 ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് 01 ആയിരിക്കും. അപ്പൊ എന്താണ് എസ്കോൺ രജിസ്റ്ററിൽ ലോഡ് ചെയ്യേണ്ടത്? 50H എന്നുള്ള കൗണ്ട് ആണ് എസ്കോൺ രജിസ്റ്ററിൽ നമ്മൾ ലോഡ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തേർഡ് പോയിന്റ്, എസ്കോൺ രജിസ്റ്റർ ഇസ് ലോഡഡ് വിത്ത് 50H. അപ്പൊ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ടി മോഡ് രജിസ്റ്റർ ലോഡ് ചെയ്തു. എന്ത് വാല്യൂ വെച്ചിട്ട്? 20H വെച്ചിട്ട് ടി മോഡ് രജിസ്റ്റർ ലോഡ് ചെയ്തു ടൈമർ 1 മോഡ് 2 ഓപ്പറേഷന് വേണ്ടി. പിന്നെ TH1ൽ നമ്മൾ കറക്റ്റ് ഒരു വാല്യൂ കൊടുക്കുന്നു. എന്തിന്? ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ബോർഡ് റേറ്റ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന്. തേർഡ് പോയിന്റ്, എസ്കോൺ രജിസ്റ്ററിൽ നമ്മൾ ഒരു വാല്യൂ ലോഡ് ചെയ്യുന്നു. അത് 50H എന്നുള്ള വാല്യൂ എന്തിനു വേണ്ടിയാ? സീരിയൽ മോഡ് 1 സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ 50H എന്നുള്ള വാല്യൂ ലോഡ് ചെയ്തു. അപ്പൊ 3 ലോഡിങ്ങും കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യണം. ടൈമർ 1 അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ TR1ന് സെറ്റ് 1, സെറ്റ് 1 എന്ന് വെച്ചാൽ ആ ടൈമറിനെ സ്റ്റാർട്ട് ചെയ്തു. കാരണം നമ്മൾ ബോർഡ് റേറ്റ് ഫിക്സ് ചെയ്യാനൊക്കെ നമ്മൾ ഏത് ടൈമറിനെയാണ് ഉപയോഗിക്കുന്ന? ടൈമർ 1ന്. അപ്പൊ അതിനുവേണ്ടി എല്ലാം രജിസ്റ്റേഴ്സിൽ, ആവശ്യമുള്ള രജിസ്റ്റേഴ്സിലൊക്കെ വാല്യൂസ് കൊണ്ട് വെച്ചിട്ട് നമ്മൾ ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, TI എന്നുള്ള ബിറ്റ് ഉണ്ടല്ലോ, എസ്കോൺ ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ബിറ്റ്, അത് ക്ലിയർഡ് ആയിരിക്കണം. 1 ആയിരുന്നു കഴിഞ്ഞാൽ
അടുത്ത ട്രാൻസ്മിഷൻ നടക്കത്തില്ല. അപ്പം 1 ആണെങ്കിൽ കൂടി, നേരത്തെ ഒരു ട്രാൻസ്മിഷൻ കഴിഞ്ഞത് 1 ആയി കിടക്കുവാണെങ്കിൽ കൂടി അതിനെ ക്ലിയർ ചെയ്യണം. അതാണ് 5th പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. TI എന്നുള്ള എസ്കോൺ രജിസ്റ്ററിലെ TI എന്നുള്ള ബിറ്റ് നമ്മൾ ക്ലിയർ ചെയ്യണം. ചിലപ്പോൾ അത് 1 ആയിരിക്കും കിടക്കുന്നത്, കാരണം ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ക്ലിയർ TI എന്നുള്ള CLR TI എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ TI ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റിനെ ക്ലിയർ ചെയ്യണം. എന്നാൽ മാത്രമേ അടുത്ത ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ TMOD രജിസ്റ്ററിൽ ലോഡ് ചെയ്തു, TH1 രജിസ്റ്ററിൽ ലോഡ് ചെയ്തു, എന്തിനും ബോർഡ് റേറ്റിന് വേണ്ടി, എസ്കോൺ രജിസ്റ്ററിൽ ലോഡ് ചെയ്തു, പിന്നെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ആണ് 4th പോയിന്റ്. 5th പോയിന്റ് എന്ന് പറഞ്ഞാൽ TI നോക്കുക, അത് ഹൈ ആണെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക, ലോ ആക്കി വെക്കുക. പിന്നെ നമ്മൾ നോക്കുന്നത്, അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ഒക്കെ ചെയ്തു, TIനെയൊക്കെ ക്ലിയർ ചെയ്തു. എന്നിട്ട് നമുക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ആ ഡേറ്റയെ SBUF എന്നുള്ള രജിസ്റ്ററിലേക്ക് കൊണ്ടുവരുന്നു. കാരണം SBUFൽ വന്നാൽ മാത്രമേ അതിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ മൂവ് ചെയ്ത് ആ ഡേറ്റ എവിടെ കൊണ്ടുവന്നു, SBUF എന്നുള്ള രജിസ്റ്ററിൽ കൊണ്ടുവരുമ്പം ഓൾറെഡി ബോർഡ് റേറ്റിന്റെ രീതിയിൽ ഡേറ്റ ട്രാൻസ്മിഷൻ റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ ടൈമറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ 6th സ്റ്റെപ്പായിട്ട് നമുക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റയെ SBUFൽ കൊണ്ടുവന്നു. എന്നിട്ട് അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡേറ്റയിൽ സ്റ്റാർട്ട് സ്റ്റോപ്പും ഒക്കെ ചേർത്ത് ഫ്രെയിമിംഗ് ഒക്കെ നടത്തി ട്രാൻസ്മിറ്റ് ചെയ്ത് തുടങ്ങും. എപ്പോഴാണ് ട്രാൻസ്മിറ്റ് ചെയ്ത് തീർന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്, എപ്പോഴാണ് ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ഫ്ലാഗ് TI എന്നുള്ള ബിറ്റില്ലേ എസ്കോൺ രജിസ്റ്ററിൽ, അത് എപ്പോഴാണ് ഹൈ ആകുന്നത്, അന്നേരമാണ് നമ്മൾ മനസ്സിലാകുന്നത് ഡേറ്റ ട്രാൻസ്മിഷൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് TI എന്നുള്ള ബിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് JNB ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോൾ അത് ഹൈ ആവുന്നോ നമ്മൾ മനസ്സിലാക്കണം ഡേറ്റ ട്രാൻസ്മിഷൻ കഴിഞ്ഞു. അപ്പം അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ അത് ഭയങ്കര സമയം വേസ്റ്റ് ആണ്. നമ്മൾ പഠിക്കണം. ഈ ടെക്നിക്കിനാണ് പോളിംഗ് എന്ന് പറയുന്നത്. പോളിംഗ് POLLING. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ബിറ്റിനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വേറൊന്നും മൈക്രോ കൺട്രോളർ ചെയ്യുന്നില്ല. പിന്നെ ആ ബിറ്റിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഹൈ ആയോ. അതെപ്പോ ഹൈ ആയോ അതിന്റെ അർത്ഥം എന്തുവാണ്, ഡേറ്റ ട്രാൻസ്മിഷൻ ഇസ് കംപ്ലീറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ബൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഏത് സ്റ്റെപ്പിലേക്ക് പുറകോട്ട് പോകുന്നു, 5th സ്റ്റെപ്പിലേക്ക്. കാരണം ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ഫ്ലാഗ് ഇപ്പൊ സെറ്റ് ആയിരിക്കുകയാണ്, അതിനെ ക്ലിയർ ചെയ്യുക. പിന്നെ അടുത്ത ഡേറ്റയെ കൊണ്ട് SBUF രജിസ്റ്ററിൽ വെക്കുക, അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞോ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, TI എന്നുള്ള ബിറ്റ് ഹൈ ആയോ നോക്കും. ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് മനസ്സിലാവും ആ ബൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് TIയെ ക്ലിയർ ചെയ്തിട്ട് അടുത്ത ഡേറ്റയെ SBUFലേക്ക് കൊണ്ടുവന്ന് അതിനെ ഫ്രെയിമിംഗ് ഒക്കെ നടത്തി അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഡീറ്റെയിൽഡ് 8 സ്റ്റെപ്പും കറക്റ്റ് ഓർഡറിൽ പഠിക്കണം. കാരണം ഈ സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗ് ആണെങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞ ടൈമർ പ്രോഗ്രാമിംഗ് ആണെങ്കിലും ആ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ചിലപ്പോൾ അതേമാതിരി എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ എന്ന് വെച്ചാൽ TMOD രജിസ്റ്ററിൽ 20H എന്നുള്ള കൗണ്ട് എഴുതുക. കാരണം നമുക്ക് വേണ്ടത് ടൈമർ 1 ആണ്, ഇൻ മോഡ് 2. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് TH1 എന്നുള്ള രജിസ്റ്ററിൽ കറക്റ്റ് കൗണ്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. തേർഡ് പോയിന്റ്, എസ്കോൺ രജിസ്റ്ററിൽ സീരിയൽ മോഡ് 1 ആണ് നമുക്ക് വേണ്ടത്. അത് സെറ്റ് ചെയ്യാനായിട്ട് എസ്കോൺ രജിസ്റ്ററിൽ കറക്റ്റ് വാല്യൂ കൊടുക്കുക. പിന്നെ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കണം, ട്രാൻസ്മിറ്റ് സെറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ബൈറ്റ് എടുത്ത് SBUF രജിസ്റ്ററിൽ വെച്ചാൽ പിന്നെ അത് ഫ്രെയിമിംഗ് ഒക്കെ നടത്തി അത് ട്രാൻസ്മിറ്റ് ചെയ്തോളും. ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞോ എന്നറിയാം TI എന്നുള്ള ഫ്ലാഗ് ബിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അതെപ്പോ ഹൈ ആവുന്നു ആ ഡേറ്റ ട്രാൻസ്മിഷൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് സുഖമായിട്ട് അടുത്ത ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, TI എന്നുള്ള ബിറ്റ് ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് എന്നുള്ള ആ ബിറ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അടുത്ത വാല്യൂ വന്ന SBUFൽ ഇരിക്കുമ്പോൾ അതിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് 8051 ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് ഫോർ ട്രാൻസ്മിറ്റിംഗ് സീരിയൽ ഡേറ്റ. ഓക്കെ, ഒരു പ്രോഗ്രാം ALP ആണ്. റൈറ്റ് എ പ്രോഗ്രാം ഫോർ 8051 ടു ട്രാൻസ്ഫർ ലെറ്റർ A എന്നുള്ള ലെറ്റർ ട്രാൻസ്ഫർ ചെയ്യാൻ സീരിയലി അറ്റ് 4800 ബോർഡ് റേറ്റ് കണ്ടിന്യൂസ്ലി. നമുക്ക് എന്ത് വേണം, 8051 ഒരു ALP അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം C എഴുതാം അല്ലെങ്കിൽ ALP എഴുതാം. ഇവിടെ ALP ആണ് എഴുതിയിരിക്കുന്നത്. എന്തിനാണ്, A എന്നുള്ള ലെറ്റർ സീരിയലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ. ബോർഡ് റേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, 4800 ആണ് നമുക്ക് വേണ്ട ബോർഡ് റേറ്റ്.
നമ്മൾ നേരത്തെ പഠിച്ച 8 സ്റ്റെപ്സ് ഇല്ലേ, അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാം. ആദ്യം വേണ്ടത് ടി മോഡ് രജിസ്റ്റർ ലോഡ് ചെയ്യുക. വിത്ത് ഏത് വാല്യൂ 20H എന്നുള്ള വാല്യൂ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് 20H വരുന്നത് ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു. 20H എന്നുള്ള വാല്യൂ വെച്ചിട്ട് ടി മോഡ് രജിസ്റ്റർ ലോഡ് ചെയ്യുക. എന്നിട്ട് TH1 കൊടുക്കേണ്ട കൗണ്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതെന്താണ് ബോർഡ് റേറ്റ്, അതനുസരിച്ചുള്ള കൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമുക്ക് വേണ്ട ബോർഡ് റേറ്റ് ക്വസ്റ്റ്യനിൽ വേണ്ടത് 4800. നമുക്കത് എങ്ങനെ ചെയ്യാം? 28,800 ഡിവൈഡഡ് ബൈ 4,800 അപ്പൊ എന്ത് വരും? 6 വരും. ഡിവിഷൻ ചെയ്യുമ്പോൾ 6 വരും. അപ്പൊ നമുക്ക് വേണ്ട നമുക്ക് കൊടുക്കേണ്ട കൗണ്ട് എത്രയാണ്? -6 ആണ് കൊടുക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ -6 കൊടുക്കാം, അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ഹെക്സാഡെസിമൽ എടുത്തിട്ട് അത് കൊടുക്കാം. -6 കൊടുക്കുവാണെങ്കിൽ ഇവിടെ H എന്ന് എഴുതരുത്. ഓക്കെ, ഇത് ഈ ഡിവിഷൻ ചെയ്യാം. ന്യൂമറേറ്റർ എപ്പോഴും ഫിക്സ്ഡ് ആണ്, ഈ വാല്യൂ തന്നെയാണ്. ഡിനോമിനേറ്റർ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര ബോർഡ് റേറ്റ് കൊടുത്തിരിക്കുന്നു അതായിരിക്കും നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പൊ കിട്ടുന്ന ആൻസറിന്റെ നെഗറ്റീവ് വാല്യൂ ആണ് ഇവിടെ കൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ കറക്റ്റ് ബോർഡ് റേറ്റ് ഫിക്സ് ചെയ്തു. ടി മോഡ് രജിസ്റ്ററിലെ വാല്യൂ ലോഡ് ചെയ്തു. TH1 ഉള്ള രജിസ്റ്ററിൽ ലോഡ് ചെയ്തു. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എസ്കോൺ രജിസ്റ്ററിൽ ലോഡ് ചെയ്യുക. ഏത് വാല്യൂ ആണ്? 50H. അപ്പൊ നമ്മൾ സീരിയൽ മോഡ് 1ൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 3 ലോഡിങ്ങും കഴിഞ്ഞു, ടി മോഡും TH1ഉം എസ്കോണും. പിന്നെ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. സെറ്റ് ബി TR1 ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ TI ക്ലിയർ ചെയ്യുന്ന സ്റ്റെപ്പ് കൊടുത്തിട്ടില്ല, അതും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം. 5th സ്റ്റെപ്പ് എന്തുവായിരുന്നു നോക്കി. 5th സ്റ്റെപ്പ് എന്ന് വെച്ചാൽ TI ക്ലിയർ ചെയ്യുന്നത്. അതിനുള്ള ഇൻസ്ട്രക്ഷൻ ക്ലിയർ TI അത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള വാല്യൂ SBUF രജിസ്റ്ററിലേക്ക് കൊണ്ടുവരുന്നു. മൂവ് SBUF, #. ഇമ്മീഡിയറ്റ് വാല്യൂ ആണ് ഡബിൾ കോഡ്സിൽ A എന്നുള്ളതിന്റെ ആസ്കി കോഡ് ആയിരിക്കും SBUFലേക്ക് വരുന്നത്. A എന്നുള്ള ക്യാരക്ടറിന്റെ ആസ്കി കോഡ്. ഇപ്പൊ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലെറ്റർ Aക്ക് പകരം ലെറ്റർ B എന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഡബിൾ കോഡ്സിന്റെ അകത്ത് B എഴുതിയേനെ. N എന്നായിരുന്നെങ്കിൽ ഡബിൾ കോഡ്സിലും N എന്ന് എഴുതിയേനെ. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു വാല്യൂ ആണ്. ഇപ്പൊ 35H ആണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ എങ്ങനെ എഴുതിയേനെ? മൂവ് SBUF, #35H എന്ന് എഴുതിയേനെ. ഓക്കെ, ഇവിടെ നമുക്ക് ലെറ്റർ A ആണ്, ഡബിൾ കോഡ്സ് A എഴുതി. അപ്പൊ നമുക്ക് ആവശ്യമുള്ള വാല്യൂ SBUFൽ എത്തി. അപ്പൊ ഇതത് ഫ്രെയിം ചെയ്ത് നോക്കി. 6th പോയിന്റ് SBUFലേക്ക് കൊണ്ടുവന്നു. 7th പോയിന്റ് എന്തുവാണ്? പിന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ട്രാൻസ്മിറ്റ് ഇൻപുട്ട് എന്നുള്ള ഫ്ലാഗിനെ. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. JNB ജമ്പ് ഇഫ് നോട്ട് TI ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ടു ഹിയർ. അത് സെറ്റ് ആയില്ലെങ്കിൽ അവിടെ തന്നെ ജമ്പ് ചെയ്യുക. സെറ്റ് ആയി എന്ന് വെച്ചാൽ എന്താ? ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് TI സെറ്റ് ആയി. ഇനി നമുക്ക് TIയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അത് ഹൈ ആയിട്ട് തന്നെ ഇരുന്ന് അടുത്ത ഡേറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിയർ ചെയ്യുന്നു. TIയെ ക്ലിയർ ചെയ്യുന്നു. എന്നിട്ട് ഷോർട്ട് ജമ്പ് ടു A. കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് A എന്നുള്ള ലെറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എഗെയിനിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെയും A എന്നുള്ള വാല്യൂവിനെ SBUFലേക്ക് ലോഡ് ചെയ്യും. ഡേറ്റ ഫ്രെയിമിൽ കടന്ന് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ TI ഹൈ ആവും. ഹൈ ആയോ നോക്കുന്നു. ഹൈ ആയെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്ന് TIN ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ബിറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരത്തെ നമ്മൾ എഴുതിയ അതേ സ്റ്റെപ്സ് തന്നെയാണ് സീക്വൻഷ്യൽ ഓർഡറിൽ ഇവിടെ പ്രോഗ്രാം ആക്കി എഴുതിയിരിക്കുന്നത്. ആദ്യം ടി മോഡ് രജിസ്റ്റർ 20H ലോഡ് ചെയ്തു. പിന്നെ TH1ൽ നമ്മുടെ ബോർഡ് റേറ്റിനനുസരിച്ചുള്ള ഒരു കൗണ്ട് ലോഡ് ചെയ്തു. പിന്നെ എസ്കോൺ രജിസ്റ്ററിൽ 50H ലോഡ് ചെയ്തു. ടൈമർ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് വേണ്ട ആ ക്യാരക്ടർ അല്ലെങ്കിൽ എന്താണോ വാല്യൂ അത് SBUF എന്നുള്ള രജിസ്റ്ററിലേക്ക് മാറ്റി. എന്നിട്ട് അത് ഫ്രെയിം ചെയ്ത്, കാരണം നമ്മൾ ഓൾറെഡി ബോർഡ് റേറ്റും ടൈമറും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ബോർഡ് റേറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡേറ്റ ട്രാൻസ്മിഷൻ നടന്നോളും. അത് തീർന്നോ ഇല്ലയോ എന്ന് ഈ ഇൻസ്ട്രക്ഷൻ വഴി നോക്കും. TI എന്നുള്ള ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ഫ്ലാഗ് അല്ലെങ്കിൽ ആ ബിറ്റ് എപ്പോൾ ഹൈ ആവുന്നോ ട്രാൻസ്മിഷൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനെ ക്ലിയർ ചെയ്തോളുക. കാരണം നമുക്ക് അടുത്ത ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമല്ലോ. ഷോർട്ട് ജമ്പ് ടു SJMP എഴുതി. അവിടെ പിന്നെയും ആ വാല്യൂ SBUFലേക്ക് ലോഡ് ചെയ്തിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കി. റൈറ്റ് എ പ്രോഗ്രാം ഫോർ 8051 ടു ട്രാൻസ്ഫർ S serially at 9600 baud 8-bit data. One stop it. Do this continuously. എന്തൊക്കെ ക്വസ്റ്റ്യൻ? റൈറ്റ് എ പ്രോഗ്രാം ഫോർ 8051 മൈക്രോ കൺട്രോളറിന് ഒരു പ്രോഗ്രാം എഴുതുക. എന്തിന്? സീരിയൽ ടു ട്രാൻസ്ഫർ S സീരിയലി. S എന്നുള്ള വേർഡ് സീരിയൽ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. S നമുക്ക് ഒറ്റയടിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. Sന്റെ അകത്ത് എന്തൊക്കെയുണ്ട്? Y,
ഇ എസ്. ആദ്യമേ Y ട്രാൻസ്മിറ്റ് ചെയ്യണം, പിന്നെ ഇ ട്രാൻസ്മിറ്റ് ചെയ്യണം, എസ് ട്രാൻസ്മിറ്റ് ചെയ്യണം. അതായത് ഇതിന്റെ കറസ്പോണ്ടിങ് കോഡുകളായിരിക്കും, ആസ്കി കോഡുകളായിരിക്കും നമ്മൾ സീരിയൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. YES. Then the write the program for 8051 to transfer S serially. എത്ര ബോർഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 9600 ബോർഡ് റേറ്റ്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മോഡ് 1 അല്ലേ, അതിൽ 8-bit ഡേറ്റയും ഒരു സ്റ്റോപ്പ് ബിറ്റും ആണ് ഉള്ളത്. അപ്പൊ അത് നമ്മളെപ്പോഴും സീരിയൽ മോഡ് 1 തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിട്ട് മാൻഡേറ്ററി സീരിയൽ മോഡ് 1. ബോർഡ് റേറ്റ് നമ്മൾ നോക്കണം, എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ബോർഡ് റേറ്റ്, എന്താണ് നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എസ് എന്നുള്ള വേർഡ് ആണ് നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. അത് 9600 ബോർഡ് റേറ്റ്, 8-bit ഡേറ്റ, ഒരു സ്റ്റോപ്പ് ബിറ്റ് ഉണ്ട്. അത് നമുക്ക് സീരിയൽ മോഡ് 1 അങ്ങനെ തന്നെ ആൻഡ് ഡു ദിസ് കണ്ടിന്യൂസ്ലി. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമുക്ക് ടി മോഡ് രജിസ്റ്റർ സെറ്റ് ചെയ്യാം. മൂവ് ടി മോഡ് #20h. പിന്നെ TH1 എങ്ങനെ കൗണ്ട് ചെയ്യും? ന്യൂമറേറ്റർ 28,800 ഡിവൈഡഡ് ബൈ നമുക്ക് ക്വസ്റ്റ്യന് തന്നേക്കുന്ന ബോർഡ് റേറ്റ് 9600. എത്ര വരും വാല്യൂ? 3. 3 അല്ല, -3. അത് TH1 ലോഡ് ചെയ്തു. പിന്നെ എസ്കോൺ രജിസ്റ്ററിലേക്ക് നമ്മൾ 50H എന്നുള്ള സ്റ്റാൻഡേർഡ് വാല്യൂ ലോഡ് ചെയ്തു. ടൈമർ 1 മോഡ് 2 നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു. ബോർഡ് റേറ്റ് 9600 ആക്കി. പിന്നെ സീരിയൽ മോഡ് 1 നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ 3 കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ പോലെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ആദ്യമേ നമുക്ക് ഏതൊക്കെയാണ് വൈയും ഇയും എസും ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ആദ്യമേ നമ്മൾക്ക് വൈയുടെ കറസ്പോണ്ടിങ് കോഡ് അതെങ്ങനെ എഴുതും? ഹാഷ് ഇമ്മീഡിയറ്റ് വാല്യൂ ആണ് വൈ, ഡബിൾ കോട്ട്സിന്റെ അകത്ത്. വൈയുടെ കറസ്പോണ്ടിങ് കോഡ് അക്യുമുലേറ്ററിലേക്ക് മാറ്റിയിട്ട് നമ്മളൊരു സബ് റൂട്ടീൻ വിളിച്ചു. എക്കോൾ ട്രാൻസ് ആണ് സബ് റൂട്ടീന്റെ പേര്. ഇതാണ് നമ്മുടെ സബ് റൂട്ടീൻ. നമുക്ക് 3 ലെറ്റർ ട്രാൻസ്ഫർ ചെയ്യാനില്ലേ, ആ ഇൻസ്ട്രക്ഷൻ സെറ്റ് മൊത്തം 3 റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് 3 പ്രാവശ്യം സബ് റൂട്ടീൻ അങ്ങ് കോൾ ചെയ്താൽ മതി. അതുകൊണ്ട് കാരണം YES നമുക്ക് 3 ട്രാൻസ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളൊരു സബ് റൂട്ടീൻ വിളിച്ചു. ട്രാൻസ് എന്ന് പറയുന്ന സബ് റൂട്ടീൻ, അബ്സല്യൂട്ട് കോൾ അതാണ് എക്കോൾ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ സബ് റൂട്ടീനിൽ എന്താ ചെയ്യുന്നത് നോക്കിയേ. ആദ്യമേ അക്യുമുലേറ്ററിലേക്ക് നമ്മൾ മാറ്റിയില്ലായിരുന്നു സബ് റൂട്ടീനിൽ വിളിക്കുന്നതിന് മുന്നേ ആയിട്ട്. Y എന്നുള്ള കാര്യം YESന്റെ വൈയുടെ കറസ്പോണ്ടിങ് കോഡ് അക്യുമുലേറ്ററിലേക്ക് മാറ്റി. അക്യുമുലേറ്ററിലെ വാല്യൂ SBUF കൊണ്ടുപോയി. അക്യുമുലേറ്ററിലെ വാല്യൂ അപ്പൊ SBUF എന്നുള്ള രജിസ്റ്ററിൽ നമുക്ക് ആവശ്യമുള്ള ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട വാല്യൂ എത്തി. പിന്നെ എന്ത് വേണം? പിന്നെ അത് ഫ്രെയിമിംഗ് ഒക്കെ നടന്ന് അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്തോളും. കാരണം ബോർഡ് റേറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നടന്നോളും. എന്നിട്ട് എപ്പം തീർന്നോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുക? TI എന്നുള്ള ബിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. തീർന്നില്ലെങ്കിൽ അവിടെ ഹിയറിൽ തന്നെ നിൽക്കും. തീർന്നു കഴിഞ്ഞ് എന്ത് വെച്ചും പുറത്ത് വന്ന് TI എന്ന് ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്തിട്ട് അത് റിട്ടേൺ ചെയ്യും. എങ്ങോട്ടാ റിട്ടേൺ ചെയ്യുന്നത്? തൊട്ടടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് റിട്ടേൺ ചെയ്യും. അവിടെ എന്താ സംഭവിക്കുന്നത്? എയിലേക്ക് തൊട്ടടുത്ത ക്യാരക്ടർ വരും. ക്യാരക്ടറിന്റെ ആസ്കി കോഡ്, അതായത് Y കഴിഞ്ഞു E വരും. പിന്നെയും ആ സബ് റൂട്ടീൻ വിളിക്കുന്നു. ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യും. അക്യുമുലേറ്ററിൽ ഇരിക്കുന്ന ഇയുടെ കറസ്പോണ്ടിങ് ആസ്കി കോഡ് SBUF പോകും. എന്നിട്ട് ഫ്രെയിമിംഗ് ഒക്കെ നടന്ന് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് തീർന്നോ ഇല്ലയോ എന്ന് ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് എന്നുള്ള ബിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോൾ തീരുന്നോ TIയെ ക്ലിയർ ചെയ്തിട്ട് അത് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും? ഇവിടേക്ക്. ഇപ്പൊ എസിന്റെ കറസ്പോണ്ടിങ് ആസ്കി കോഡ് അക്യുമുലേറ്ററിലേക്ക് പോകും. എന്നിട്ട് സബ് റൂട്ടീൻ വിളിക്കും. സബ് റൂട്ടീൻ വിളിക്കുമ്പോൾ ട്രാൻസ് എന്ന് പറഞ്ഞ സബ് റൂട്ടീൻ വിളിക്കും. ട്രാൻസ്മിറ്റ് ചെയ്യുക, അതാണ് ട്രാൻസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് സബ് റൂട്ടീന്റെ പേര്. എന്നിട്ട് ആ അക്യുമുലേറ്ററിലെ കണ്ടന്റ് SBUF പോയിട്ട് ആ ഡേറ്റ ഫ്രെയിമിംഗ് നടന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും. തീർന്നോ ഇല്ലയോ എന്ന് ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ബിറ്റ് നോക്കിക്കൊണ്ടിരിക്കും. അത് എപ്പോൾ തീർന്നോ ഈ ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ക്ലിയർ ചെയ്ത് അത് റിട്ടേൺ ആവും മെയിൻ പ്രോഗ്രാമിലേക്ക്. ഏത് സ്റ്റെപ്പിലേക്കാണ്? ജമ്പ് എഗെയിൻ, പിന്നെ എഗെയിനിലേക്ക്. കാരണം അവർ പറഞ്ഞിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എസ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം. Y ഡിസ്പ്ലേ ചെയ്തു, പിന്നെ E ഡിസ്പ്ലേ ചെയ്തു, പിന്നെ എസ് ഡിസ്പ്ലേ ചെയ്തു. എഗെയിൻ എന്ന് പറഞ്ഞാൽ പിന്നെയും തിരിച്ച് ജമ്പ് ചെയ്ത് പിന്നെയും YES അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു സ്റ്റെപ്സ് എന്താണ് TI എന്നുള്ള ബിറ്റിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ നിങ്ങളൊരു കാര്യം അറിയേണ്ടത്, ഇവിടെ നോക്കിയേ, നമ്മൾ അടുത്ത പോർഷൻ ഇന്ററപ്റ്റ് പ്രോഗ്രാമിംഗിന് മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്ന അതാണ്. അതായത് ഇവിടെ നോക്കിയേ, നമ്മൾ ഈ അക്യുമുലേറ്ററിലെ വാല്യൂ SBUF സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്മിഷൻ അങ്ങ് നടക്കുന്നുണ്ടല്ലോ. ട്രാൻസ്മിഷൻ തീർന്നോ ഇല്ലയോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്?
പിന്നെയും TA എന്നുള്ള ആ ബിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ടൈമർ പ്രോഗ്രാമിംഗിലാണെങ്കിൽ TF0 TF1 ടൈമർ ഓവർഫ്ലോ ബിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ശരിക്കും ഒരു വേസ്റ്റേജ് ഓഫ് ടൈമാണ്. മൈക്രോ കൺട്രോളർ വേറൊന്നും ചെയ്യാതെ ആ ബിറ്റിനെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം ശരിക്കും അതൊരു ഈ മെത്തേഡിനാണ് പോളിംഗ് എന്ന് പറയുന്നത്. പിന്നെയും ആ ബിറ്റിനെ ചെക്ക് ചെയ്തുകൊണ്ട് വേറൊരു കാര്യവും ചെയ്യാതെ ഐഡിലായിട്ട് ഒരു സമയം. അപ്പം ഇതിനേക്കാളും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് യൂസിങ് ഇന്ററപ്റ്റ്സ്. അതായത് ഇങ്ങനെ എപ്പോഴാണോ TI സെറ്റ് ആകുന്നത്, അതിന്റെ അർത്ഥം എന്താ, ഡേറ്റ ട്രാൻസ്മിഷൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീനിലേക്ക് അതങ്ങ് പോകും, ISRലേക്ക് പോകും. ISRലേക്ക് പോകുമ്പോൾ ISRൽ നമ്മൾ എന്തുമായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്, TI എന്നുള്ള ബിറ്റ് ക്ലിയർ ചെയ്യാനായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. കാരണം എപ്പം ആ TI ഹൈ ആവുന്നോ നമ്മൾ എന്താ ചെയ്യുന്നത്, TI ക്ലിയർ ആക്കുന്നു, എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ഇന്ററപ്റ്റ് മെത്തേഡ് ഉപയോഗിക്കും. ഇപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം പോളിംഗ് ആണ്. പോളിംഗ് എന്ന് വെച്ചാൽ എന്താ, ആ ബിറ്റ് ഹൈ ആയോ നമ്മൾ അവിടെ തന്നെ ലൂപ്പിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ മൈക്രോ കൺട്രോളറിന് ഇതിനെപ്പറ്റി വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ററപ്റ്റ് മെത്തേഡ് ആണെങ്കിലോ അതങ്ങനെ ചെക്ക് ചെയ്യത്തില്ല. എപ്പം ആ ബിറ്റ് ഹൈ ആകും, നമുക്ക് ആവശ്യമുള്ള ബിറ്റ് ഹൈ ആകുന്നോ അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് ISRലേക്ക് പോകുമ്പോൾ മൈക്രോ കൺട്രോളറിന് എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ എപ്പോൾ ഹൈ ആകുന്നോ അപ്പോഴത്തേക്ക് ആ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റി നിർത്തി അത് ISRലേക്ക്, ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീനിലേക്ക് പോകും. ഓർത്തിരിക്കാൻ, നമ്മൾ ഇതുവരെ ടൈമർ പ്രോഗ്രാമിങ്ങിലും സീരിയൽ പോർട്ടിലും ഒക്കെ JNB വെച്ചിട്ടല്ല ചെയ്യുന്നത്. ആ മെത്തേഡിനെയാണ് പോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ. TI ബിറ്റിനെ ചെക്ക് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ JNB ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ഉപയോഗിക്കാം. ഇതിനെയാണ് പോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോ പഠിച്ചത് ഡേറ്റ ട്രാൻസ്മിഷനാണ്. ഡേറ്റ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, പുറത്തുനിന്ന് വരുന്ന ഡേറ്റ നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, TXD RXD റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും നമുക്ക് രണ്ട് പിന്നുണ്ട്. അപ്പൊ നമുക്ക് ഡേറ്റ ട്രാൻസ്മിഷൻ മാത്രമല്ല ഡേറ്റ റിസപ്ഷനും ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്, നേരത്തെ പോലെ 8 സ്റ്റെപ്പ്. ഫസ്റ്റ് TMOD രജിസ്റ്റർ നമ്മൾ ടൈമർ 1 മോഡ് 2 സെറ്റ് ചെയ്യും. അതിനുവേണ്ടി കൗണ്ട് ആ 20H നേരത്തെ അതേ കൗണ്ട് തന്നെ. പിന്നെ TH1 നമ്മളൊരു വാല്യൂ ലോഡ് ചെയ്യും, ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ നേരത്തെ പോലെ തന്നെ. പിന്നെ SCON രജിസ്റ്റർ നമ്മൾ മോഡ് 1 തന്നെ ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ കൗണ്ട് അത് തന്നെ, 50H തന്നെ കൗണ്ട്. 1 2 3 സ്റ്റെപ്സിൽ യാതൊരു വ്യത്യാസവും ഇല്ല. 4th സ്റ്റെപ്പും അത് തന്നെ. ടൈമർ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, സെറ്റ് ബി TR1 ആണ് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ടൈമർ 1 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടെ ആയിരുന്നെങ്കിൽ ട്രാൻസ്മിഷന്റെ സമയത്ത് നമ്മൾ TI ആയിരുന്നു ക്ലിയർ ചെയ്യുന്നത്. റിസപ്ഷൻ ആകുമ്പോൾ നമ്മൾ എന്തിനെ ക്ലിയർ ചെയ്യണം, RI റിസീവ് ഇന്ററപ്റ്റ് ബിറ്റിനെ ക്ലിയർ ചെയ്യണം. അവിടെ ട്രാൻസ്മിഷൻ ആണെങ്കിൽ TI ബിറ്റ്, ഇവിടെ RI ബിറ്റ്. 5 സ്റ്റെപ്പും സിമിലർ തന്നെയാണ്, ട്രാൻസ്മിഷനും റിസപ്ഷനും. പിന്നെയുള്ള ഇവിടെ വ്യത്യാസം, അവിടെ നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്, അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ നമ്മൾ നമ്മുടെ അടുത്താണ് ഡേറ്റ ഇരിക്കുന്നത്, അതിനെ SBUF രജിസ്റ്ററിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അതല്ലേ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഡേറ്റ പുറത്തുനിന്നാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയത്തില്ല ഡേറ്റ വന്നോന്ന്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ആദ്യം നമ്മൾ RI ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡേറ്റ വേണമെങ്കിലും റിസീവ് ചെയ്യാം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് RI എന്നുള്ള ബിറ്റിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്തിന്, അതെപ്പോഴെങ്കിലും ഹൈ ആവുന്നുണ്ടോ ഹൈ ആവുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഒരു ഡേറ്റ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അർത്ഥം. എപ്പോ അത് ഹൈ ആവുന്നോ എന്ത് ചെയ്യും, ആ ഡേറ്റ ഹൈ ആകുക എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ ഇങ്ങനെ റിസീവ് ചെയ്തു, അതിനെ ഡീഫ്രെയിം ഒക്കെ ചെയ്ത് SBUF രജിസ്റ്ററിൽ വരും. ആ SBUF രജിസ്റ്ററിൽ നിന്ന് നമ്മൾ അത് വേറെ എവിടേക്കെങ്കിലും എടുത്ത് മാറ്റണം. മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. എന്തിനെ ക്ലിയർ ചെയ്യണം, RI ക്ലിയർ ചെയ്യണം. അപ്പൊ RI നമ്മൾ ക്ലിയർ ചെയ്യാത്തിടത്തോളം എന്ത് സംഭവിക്കില്ല, അടുത്ത ഡേറ്റ റിസപ്ഷൻ നടക്കത്തില്ല. അപ്പൊ നടക്കാനും പാടില്ല. കാരണം നമ്മൾ SBUF രജിസ്റ്ററിൽ കിടക്കുകയാണ് നമ്മുടെ ഡേറ്റ, റിസീവ് ചെയ്ത ഡേറ്റ. അത് വേറെ നമുക്ക് ആവശ്യമുള്ള ഒരു പൊസിഷനിലേക്ക് മാറ്റിയിട്ട് മാത്രമേ അടുത്ത ഡേറ്റ റിസപ്ഷൻ നടക്കാവുള്ളൂ. അപ്പൊ 6, 7, 8 എന്നുള്ള സ്റ്റെപ്സിലാണ് ഡിഫറൻസ് ഉള്ളത്. അവിടെയാണെങ്കിൽ നമ്മൾ ആദ്യമേ SBUF രജിസ്റ്ററിലേക്ക് വാല്യൂ ലോഡ് ചെയ്യും, പിന്നെ ഡേറ്റ ട്രാൻസ്മിഷൻ സംഭവിക്കും, പിന്നെ TI എന്നുള്ള ബിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, കഴിഞ്ഞോ കഴിയുമ്പോഴത്തേക്ക് TI നമ്മൾ ക്ലിയർ ചെയ്യും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് ലോഡ് ചെയ്യാൻ ഒരു വാല്യൂ ഇല്ല, കാരണം റിസപ്ഷൻ ആണ്, പുറത്തുനിന്നാണ് വാല്യൂ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 6th സ്റ്റെപ്പ് തൊട്ട് RI എന്നുള്ള ഫ്ലാഗ് ബിറ്റിനെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. RI എപ്പോ 1 ആവുന്നോ നമുക്കറിയാം, ഒരു ഡേറ്റ റിസപ്ഷൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ
ഡേറ്റ റിസപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എസ് ബഫിൽ എന്തുണ്ടാവും, ആ ഡേറ്റ ഉണ്ടാവും. കാരണം ഡീഫൈൻ ചെയ്ത് എസ് ബഫിൽ ഇരിക്കുന്നുണ്ടാവും. അതിനെ എടുത്ത് വേറൊരു സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് മാറ്റിയിട്ട് മാത്രം ഏത് ക്ലിയർ ചെയ്യണം, RI എന്നുള്ള റിസീവ് ഇന്ററപ്റ്റ് ആ ബിറ്റ് ക്ലിയർ ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നമ്മൾ അടുത്ത ബിറ്റ് റിസീവ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് എസ് ബഫിൽ ഇരിക്കുന്ന ഡേറ്റ നഷ്ടമായി പോകും. മനസ്സിലായോ? അപ്പൊ ആദ്യം ടി മോഡ് നമ്മൾ 20H എന്നുള്ള വാല്യൂ ലോഡ് ചെയ്യുന്നു. പിന്നെ TH1 വെച്ച് നമ്മൾ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യുന്നു. പിന്നെ എസ്കോണിൽ 50H എന്നുള്ള വാല്യൂ ലോഡ് ചെയ്യുന്നു. പിന്നെ ടൈമർ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. RI ക്ലിയർ ചെയ്യുന്നു. അതാണ് ആദ്യത്തെ 5 സ്റ്റെപ്പ്. ഇത് സിമിലർ ടു ഡേറ്റ ട്രാൻസ്മിഷൻ സ്റ്റെപ്സ്. 6th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എസ് ബഫിൽ ലോഡ് ചെയ്യുന്നതായിരുന്നു. ഇവിടെ അതല്ല, നമ്മൾ ടൈമറൊക്കെ അത് ബോർഡ് റേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഡേറ്റ റിസപ്ഷൻ നടക്കുന്നുണ്ടോ നമുക്ക് അറിയത്തില്ല. അപ്പൊ എപ്പോഴും നമ്മൾ RI ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. RI ഹൈ ആകുകയെന്ന് വെച്ചാൽ ഡേറ്റ റിസപ്ഷൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എസ് ബഫിൽ നമുക്ക് ഡേറ്റ ഉണ്ടാവും. അതിനെ എടുത്തൊരു സേഫ് പ്ലേസിൽ വെക്കുക. എന്നിട്ട് അടുത്ത ഡേറ്റ റിസീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ വേറെ എവിടെയെങ്കിലും എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത ബൈറ്റ് റിസീവ് ചെയ്യാം. അതിനുവേണ്ടി RI എന്നുള്ള ആ ഫ്ലാഗ് ബിറ്റ് അല്ലെങ്കിൽ റിസീവ് ഇന്ററപ്റ്റ് ബിറ്റിനെ ക്ലിയർ ചെയ്ത് കളയും. എന്നിട്ട് നമുക്ക് സുഖമായിട്ട് പിന്നെയും അടുത്തന്നെ റിസീവ് ചെയ്യും. അടുത്തന്നെ റിസീവ് ചെയ്യുന്നതെന്ന് എങ്ങനെ അറിയും? പിന്നെയും RI ബിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഹൈ ആവുന്നുണ്ടോ ഇല്ലയോ. ഹൈ ആവുമ്പോഴത്തേക്ക് അടുത്ത ഡേറ്റയും റിസീവ് ചെയ്ത് കഴിഞ്ഞു. റിസീവ് ചെയ്തത് മാത്രം പോരാ, എസ് ബഫിൽ ഇരിക്കുന്ന സാധനം ഒരു സേഫ് പ്ലേസിലേക്ക് മാറ്റിയിട്ട് മാത്രമാണ് നമ്മളിത് ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ ഓർക്കുക, ക്ലിയർ RIയും TA ഒക്കെ ക്ലിയർ ചെയ്യുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡേറ്റ റിസപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഹാർഡ്വെയർ തന്നെ ഇതിനെ സെറ്റ് ചെയ്യും. ഏതിനെ? TA-നെയും RI-യെയും. പിന്നെ ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ക്ലിയർ ചെയ്താൽ മാത്രമേ അടുത്ത ഡേറ്റ ട്രാൻസ്മിഷനും അടുത്ത ഡേറ്റ റിസപ്ഷനും നടക്കത്തുള്ളൂ. സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ക്ലിയർ ചെയ്യുന്നത്. ക്ലിയർ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ? നോക്കിയേ, ക്ലിയർ TI ഇത് നമ്മൾ ഇൻസ്ട്രക്ഷൻ ആയിട്ട് എഴുതണം. പക്ഷെ സെറ്റ് ആവുന്നത് തന്നെ സെറ്റ് ആവുന്നതാണ് ഹാർഡ്വെയർ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് റിസീവിങ്ങിന്റെ ഒരു പ്രോഗ്രാം നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ഫോർ 8051 ടു റിസീവ് ബൈറ്റ്സ് ഓഫ് ഡേറ്റ സീരിയലി ആൻഡ് പുട്ട് ദം ഇൻ P1. അപ്പൊ എന്തോ ഒരു വാല്യൂ, അത് വരുന്ന വാല്യൂ റിസീവ് ചെയ്യുക, എന്നിട്ട് അതിനെ ഇവിടെ പോർട്ട് 1ലേക്ക് സെൻഡ് ചെയ്യുക. അപ്പൊ റൈറ്റ് എ പ്രോഗ്രാം ഫോർ 8081 ടു റിസീവ് ബൈറ്റ്സ്. റിസപ്ഷൻ ആണ്, റിസീവ് ചെയ്യാണ് ബൈറ്റ്സ് ഓഫ് ഡേറ്റ സീരിയലി ഡേറ്റ ബൈറ്റ് റിസീവ് ചെയ്യുക, എന്നിട്ട് അതിനെ എവിടേക്ക് മാറ്റുക? P1ലേക്ക് മാറ്റുക. സെറ്റ് ദ ബോർഡ് റേറ്റ് അറ്റ് 4800, 8-bit ഡേറ്റ 1-stop ബിറ്റ്. അത് നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്, മോഡ് 1 ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ബോർഡ് റേറ്റ് 4800 എന്ന് വെച്ചാൽ 28,800 ഡിവൈഡഡ് ബൈ 4800 ചെയ്യുമ്പോൾ 6 കിട്ടും. നമ്മൾ TH1ലേക്ക് ലോഡ് ചെയ്യേണ്ട വാല്യൂ എന്തായിരിക്കും? -6. അപ്പൊ ആ സീക്വൻസ് നമുക്ക് അതുപോലെ ഫോളോ ചെയ്യാം. ടി മോഡ് രജിസ്റ്ററിൽ 20H ലോഡ് ചെയ്തു. പിന്നെ TH1ലേക്ക് നമുക്ക് കിട്ടിയ ഈ വാല്യൂ #-6 ലോഡ് ചെയ്തു. പിന്നെ ഇവിടെ H ഇട്ടുകളായിരുന്നു, -6 ലോഡ് ചെയ്തു. പിന്നെ മൂവ് എസ്കോൺ #50H ലോഡ് ചെയ്തു. ടൈമറിനെ സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും സ്റ്റെപ്പ് നമുക്ക് അറിയാം. പിന്നെ അവിടെ ട്രാൻസ്മിഷൻ ആണെങ്കിൽ നമുക്ക് എക്സ് ബഫിലേക്ക് വാല്യൂ കൊണ്ടുവരണം. ഇവിടെ അതല്ല, നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും റിസപ്ഷൻ കഴിഞ്ഞോ ഇല്ലയോ. JNB RI റിസീവ് ഇന്ററപ്റ്റ് ബിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, കഴിഞ്ഞോ എന്ന്. ഇല്ലെങ്കിൽ അവിടെ തന്നെ ലൂപ്പ് ചെയ്യും. അതാണ് പോളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. എപ്പം RI സെറ്റ് ആവുന്നോ തൊട്ടടുത്തതിലേക്ക് വരും. അടുത്തതിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് RI ഹൈ ആകുന്ന വെച്ചാൽ എന്താ അർത്ഥം? ആ ഡേറ്റ റിസീവ് ചെയ്ത് കഴിഞ്ഞു. ഡേറ്റ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ എവിടെ ഉണ്ടാവും? എസ് ബഫിൽ ഉണ്ടാവും. ആ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോർട്ട് 1ലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യമേ ആ വാല്യൂവിനെ എങ്ങോട്ടേക്ക് മാറ്റുന്നു? അക്യുമുലേറ്ററിലേക്ക് മാറ്റുന്നു. പിന്നെ അക്യുമുലേറ്ററിൽ നിന്ന് P1ലേക്ക് മാറ്റുന്നു. അപ്പൊ P1 പോർട്ട് 1ലേക്ക് അയച്ചപ്പം നമ്മൾ ആ വാല്യൂവിനെ ഒരു സേഫ് പ്ലേസിലാക്കി കഴിഞ്ഞു. ഇനി കുഴപ്പമില്ല. ഇനി എസ് ബഫ് ഓവർ റൈറ്റ് ആയാലും നമ്മുടെ ഡേറ്റ നമുക്ക് എവിടെയുണ്ട്? പോർട്ട് 1ലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ക്ലിയർ ചെയ്യാം? RI ക്ലിയർ ചെയ്യാം. എന്നിട്ട് അടുത്ത ഡേറ്റയെ റിസീവ് ചെയ്യാം. പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ ഒരു ഡേറ്റ റിസീവ് ചെയ്തു, അതിനെ സേഫ് പ്ലേസിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ റിസീവ് ഇന്ററപ്റ്റ് ബിറ്റിനെ ക്ലിയർ ചെയ്യുന്നത്. പിന്നെ ഷോർട്ട് ജമ്പ് എന്തിനാ? ഇവിടേക്ക് ജമ്പ് ചെയ്യുക. പിന്നെ അടുത്ത ഡേറ്റ റിസീവ് ചെയ്തോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? RI എന്നുള്ള ബിറ്റ് ചെക്ക് ചെയ്തോണ്ടേ ഇരുന്നാൽ മതി. നമ്മൾ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി അത് എഫക്റ്റ് ആവുന്ന എപ്പോഴായിരിക്കും? അടുത്ത ഡേറ്റ റിസീവ് ചെയ്യുന്ന സമയത്തായിരിക്കും. അങ്ങനെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും.
ഓക്കെ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ടി മോഡ് സെറ്റ് ചെയ്തു. ആ ടി മോഡും എസ്കോണും ഒക്കെ സെറ്റ് ചെയ്യുന്ന വാല്യൂസ് ഫിക്സ്ഡ് ആണ്. ഈ 20യും 50യും അത് മാറത്തില്ല. TH1 മാത്രമാണ് മാറുന്നത്. അതെങ്ങനെയാ മാറുന്നതെന്ന് മനസ്സിലായില്ലേ? ഈ റേഷ്യോ എടുത്തിട്ട് കിട്ടുന്ന വാല്യൂ അതിന്റെ മൈനസ് ഇടുക. ടി മോഡ് സെറ്റ് ചെയ്തു, TH1 സെറ്റ് ചെയ്തു, എസ്കോൺ സെറ്റ് ചെയ്തു, പിന്നെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതോടെ കഴിഞ്ഞു. അപ്പം നമുക്ക് ഡേറ്റ റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞോ ഇല്ലയോ എന്ന് JNB RI, ഹിയർ ഇൻസ്ട്രക്ഷൻ വെച്ച് നോക്കും. കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം? SBUF-ൽ നമ്മുടെ വാല്യൂ ഉണ്ടാവും, പുറത്തുനിന്ന് വരുന്ന വാല്യൂ. അതിനെ പോർട്ട് 1ലേക്ക് അയക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ആയിട്ട് അയക്കില്ല, അക്യുമുലേറ്റർ വഴി അയക്കുന്നു. ആദ്യം അക്യുമുലേറ്ററിൽ കൊണ്ടുവന്നു, പിന്നെ അക്യുമുലേറ്ററിൽ നിന്ന് പോർട്ട് 1ലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ പോയിന്റിൽ പറയുന്നത് പോലെ, ആ സ്റ്റെപ്സിൽ പറയുന്നത് പോലെ നമ്മളൊരു സേഫ് പ്ലേസിലേക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ RIയെ നമുക്ക് ക്ലിയർ ചെയ്യാം. കാരണം അടുത്ത ഡേറ്റ സുഖമായിട്ട് നമുക്ക് റിസീവ് ചെയ്യാം. അതാണ് ഈ പ്രോഗ്രാം. ഞാൻ പറഞ്ഞതാണ് എന്താണ് RI ഫ്ലാഗ് ബിറ്റിന്റെ ഇമ്പോർട്ടൻസ്. ഇവിടെ നോക്കിയേ, ഇവിടെയും കണ്ടാൽ മനസ്സിലാവും. RI ബിറ്റ് ചെക്ക് ചെയ്യുന്നത് രണ്ട് രീതിയില്ല. ഈ ടെക്നിക്കിനെയാണ് പോളിംഗ് എന്ന് പറയുന്നത്. JNP എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ഉപയോഗിച്ചും ചെയ്യാം. ഓക്കെ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡ് റേറ്റ് കൂട്ടണം. ബോഡ് റേറ്റ് എന്ന് വെച്ചാൽ ഡേറ്റ ട്രാൻസ്മിഷൻ റേറ്റ് ഡബിൾ ചെയ്യാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. നമുക്കൊന്നില്ലെങ്കിൽ ബോഡ് റേറ്റ് കൂട്ടാനായിട്ട് എന്ത് ചെയ്യാം? ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി കൂട്ടാം. പക്ഷെ അതെപ്പോഴും ഫീസിബിൾ അല്ല. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസിയിലെ ക്രിസ്റ്റൽ മാറ്റുക എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് എ ഫീസിബിൾ സൊല്യൂഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പീകോൺ എന്നൊരു രജിസ്റ്റർ ഉണ്ട്, പവർ കൺട്രോൾ രജിസ്റ്റർ. എന്താണ് പീകോൺ? പീകോൺ, പവർ കൺട്രോൾ രജിസ്റ്റർ. പവർ, ആ രജിസ്റ്റർ നമുക്ക് ആസച്ച് മൊത്തത്തിൽ പഠിക്കാനില്ല. പക്ഷെ ആ രജിസ്റ്ററിൽ ഒരു ബിറ്റ് നമുക്ക് പഠിക്കണം. ഏത് ബിറ്റ് എന്ന് വെച്ചാൽ എസ്മോഡ് ബിറ്റ്. ആ പീകോൺ രജിസ്റ്ററിന്റെ D7 ബിറ്റ്, പവർ കൺട്രോൾ രജിസ്റ്റർ. അതൊരു 8 ബിറ്റ് രജിസ്റ്റർ ആണ്. ആ രജിസ്റ്റർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ എല്ലാ ബിറ്റ്സും ഒന്നും നമുക്ക് വേണ്ട. അതിന്റെ D7 ബിറ്റ് എന്ന് പറയുന്നത് എസ്മോഡ്. അപ്പൊ നോർമലി നമ്മൾ എപ്പോഴും എസ്മോഡിന്റെ വാല്യൂ 0 ആണ് ഇടുന്നത്. പക്ഷെ നമുക്ക് ഡബിൾഡ് ബോഡ് റേറ്റ് വേണമെങ്കിൽ, ഇരട്ടി സ്പീഡ് വേണമെങ്കിൽ എസ്മോഡിന്റെ വാല്യൂ എന്ത് ഇടണം? 1 ഇടണം. ഓക്കെ. എസ്മോഡിന്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് ഡബിൾ ദ ബോഡ് റേറ്റ്. പക്ഷെ ഇതിലുള്ള ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പീകോൺ എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ടല്ലോ, അത് ഈ രജിസ്റ്റർ ആണ് പീകോൺ എന്ന് പറയുന്നത്. ആ രജിസ്റ്റർ ബിറ്റ് അഡ്രസ്സബിൾ അല്ല. ബിറ്റ് അഡ്രസ്സബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ബി പീകോൺ .7 എന്ന് എഴുതിയാൽ മതി. പക്ഷെ അങ്ങനെ ബിറ്റ് അഡ്രസ്സബിൾ അല്ല പീകോൺ രജിസ്റ്റർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യമേ പീകോൺ രജിസ്റ്ററിന് മൊത്തം 7-8 ബിറ്റിന് ഒരുമിച്ച് മാത്രമേ അഡ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പീകോൺ രജിസ്റ്ററിലെ കണ്ടന്റ് അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അക്യുമുലേറ്റർ പക്ഷെ ബിറ്റ് അഡ്രസ്സബിൾ ആണ്. എന്നിട്ട് നമ്മൾ അക്യുമുലേറ്ററിൽ കൊണ്ടുവന്നല്ലോ പീകോൺ രജിസ്റ്ററിലെ കണ്ടന്റിനെ. എന്നിട്ട് അക്യുമുലേറ്ററിന്റെ D7 ബിറ്റിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഏത് ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട്? സെറ്റ് ബി ACC.7 അത് ഉപയോഗിച്ചിട്ട് അക്യുമുലേറ്ററിന്റെ D7 ബിറ്റിനെ സെറ്റ് ചെയ്തിട്ട് തിരിച്ച് അക്യുമുലേറ്റർ വാല്യൂ പീകോണിലേക്ക് എഴുതി വെക്കും. അപ്പൊ നമ്മുടെ ആവശ്യം നടക്കും. എന്ത് സംഭവിച്ചു? ചുരുക്കത്തില് D7 ബിറ്റ് ഓഫ് പീകോണിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ 1 ആക്കാൻ പറ്റി. അങ്ങനെയാണ് നമ്മൾ ബോഡ് റേറ്റിനെ ഡബിൾ ആക്കുന്നത്. അല്ല ക്രിസ്റ്റൽ ഓസിലേറ്റർ മാറ്റുന്ന ഒരു ഫീസിബിൾ സൊല്യൂഷൻ അല്ല. നമുക്ക് ആ സെറ്റപ്പ് ഒന്നും മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? പവർ കൺട്രോൾ രജിസ്റ്റർ പീകോൺ രജിസ്റ്ററിലെ D7 ബിറ്റ് 1 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ദ ബോഡ് റേറ്റ് കിട്ടും. അപ്പൊ ഓർത്തിരിക്കേണ്ടത് പീകോൺ രജിസ്റ്റർ ബിറ്റ് അഡ്രസ്സബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ആ ഫുൾ 8 ബിറ്റിനെ അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവന്ന് അക്യുമുലേറ്റർ ബിറ്റ് അഡ്രസ്സബിൾ ആയതുകൊണ്ട് അക്യുമുലേറ്ററിന്റെ D7 ബിറ്റിനെ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് തിരിച്ച് അക്യുമുലേറ്റർ കണ്ടന്റിനെ പീകോൺ രജിസ്റ്ററിലേക്ക് കൊണ്ടുപോകും. ഓക്കെ. അല്ല നിങ്ങൾക്ക് പീകോൺ രജിസ്റ്ററിന്റെ ബാക്കി ബിറ്റുകളൊന്നും പഠിക്കേണ്ട. അതിന്റെ D7 ബിറ്റ് മാത്രം മനസ്സിലാക്കിയിരിക്കുക. അതാണ് എസ്മോഡ് ബിറ്റ്. അതാണ് നമ്മൾ ബോഡ് റേറ്റ് ഡബിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടല്ലേ, ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഡിവൈഡ് ബൈ 12 mm മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി കിട്ടി. ഡിവൈഡഡ് ബൈ 32 ആണ് നോർമൽ ബോഡ് റേറ്റ്. അതിന് ആ സമയത്ത് എസ്മോഡിന്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. എസ്മോഡ് എന്ന് പറഞ്ഞാൽ ഈ ബിറ്റ്, എസ്മോഡ് ഈ ബിറ്റ് എസ്മോഡിന്റെ 0 ആയിരിക്കണം. പക്ഷെ എസ്മോഡ് 1 ആണെങ്കിലോ ഡബിൾ ദ ബോഡ് റേറ്റ്. അതായത് ഡിവൈഡഡ് ബൈ 32 അല്ല, ഡിവൈഡഡ് ബൈ 16 ആണ് ചെയ്യുന്നത് എസ്മോഡ് 1 ആണെങ്കിൽ. അപ്പം 28,800ന്റെ ഡബിൾ ഫ്രീക്വൻസി നമുക്ക് കിട്ടും. ബോഡ് റേറ്റ് ഡബിൾ ആവും. ഓക്കെ. അപ്പൊ ഈ പാത്താണ് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ
അപ്പൊ നോർമൽ എന്ന് പറഞ്ഞാൽ എസ് മോഡിന്റെ വാല്യൂ 0 ആണ്. പക്ഷെ എസ് മോഡ് 1 ആണെങ്കിൽ നമുക്ക് ഡബിൾ ദ ബോർഡ് റേറ്റ് കിട്ടും. ഓക്കെ, നോക്കിയേ, എസ് മോഡ് 0 ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. 9000 എസ് മോഡ് ഈക്വൽ ടു 0 എന്ന് എഴുതിയില്ലെങ്കിലും എസ് മോഡ് ഈക്വൽ ടു 0 ആണ് നമ്മൾ ഇതുവരെ ടേബിൾ വരച്ചുകൊണ്ടിരുന്നത്. 9600 ബോർഡ് റേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 28,800 ഡിവൈഡഡ് ബൈ 9600 ചെയ്യുമ്പോൾ 3 കിട്ടും. -3 ആണ് നമ്മൾ TH1 ലോഡ് ചെയ്യുന്ന കൗണ്ട്. അതിന്റെ ഹെക്സാഡെസിമൽ എടുത്താൽ FD വരും. അപ്പൊ -3 അല്ലെങ്കിൽ FD നമ്മൾ കൗണ്ട് കൊടുത്താൽ 9600 ബോർഡ് റേറ്റ് കിട്ടുന്നത് എസ് മോഡ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. പക്ഷെ എസ് മോഡ് ഈക്വൽ ടു 1 ആണെങ്കിലോ 9600ന്റെ ഡബിൾ ബോർഡ് റേറ്റ് കിട്ടും. ഇതെന്ന് പറയുന്നത് 9600 × 2 ഡബിൾ ബോർഡ് റേറ്റ് കിട്ടും. അതുപോലെ -6 അല്ലെങ്കിൽ FA ലോഡ് ചെയ്താൽ TH1 ലോഡ് ചെയ്താൽ നമുക്ക് 4800 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതെപ്പോഴാണ് എസ് മോഡ് 0 ആവുന്ന സമയത്ത്. എസ് മോഡ് 1 ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡബിൾ ബോർഡ് റേറ്റ് കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ TH1 വാല്യൂ ഇൻ ബോത്ത് ഡെസിമൽ ആൻഡ് ഹെക്സ്. ഡെസിമലിലും കണ്ടുപിടിക്കണം, ഹെക്സിലും കണ്ടുപിടിക്കണം. TH1 വാല്യൂ, TH1 ലോഡ് ചെയ്യേണ്ട വാല്യൂ ടു സെറ്റ് ദ ബോർഡ് റേറ്റ് ടു ഈച്ച് ഓഫ് ദ ഫോളോവിങ്. ഇത് ബോർഡ് റേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ എന്ത് വാല്യൂ ആണ് നിങ്ങൾക്ക് ലോഡ് ചെയ്യേണ്ടത്? ഇഫ് എസ് മോഡ് ഇസ് ഈക്വൽ ടു 1, എസ് മോഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എസ് മോഡ് ഈക്വൽ ടു 1. എസ് മോഡ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്? 28,800. അപ്പൊ എസ് മോഡ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 57,600 ഉപയോഗിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ എസ് മോഡ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 57,600 ഡിവൈഡഡ് ബൈ 9,600. ആൻസർ എത്ര വരും? 6 വരും. അപ്പൊ നമുക്ക് ലോഡ് ചെയ്യേണ്ടത് -6 അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ എടുത്താൽ FAH. അപ്പൊ അടുത്തത് നോക്കാം, ബി പാർട്ട്. 4800 ആണെങ്കിൽ എസ് മോഡ് ഈക്വൽ ടു 1 ആയതുകൊണ്ടാണ് ഈ ന്യൂമറേറ്ററിൽ 57,600 എടുക്കുന്നത്. 0 ആയിരുന്നെങ്കിൽ നമ്മൾ എന്തേ എടുക്കത്തുള്ളായിരുന്നു? 28,800 എടുക്കത്തുള്ളായിരുന്നു. ഡിവൈഡഡ് ബൈ 4800 ചെയ്യുമ്പോൾ 12 കിട്ടും. പക്ഷെ 12 അല്ല, -12 ആണ് നമുക്ക് TH1 ലോഡ് ചെയ്യേണ്ടത്. അതിന്റെ ഇക്വലന്റ് ഹെക്സാഡെസിമൽ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ ബോർഡ് റേറ്റ് ഇഫ് TH1 is equal to -2, S mode is equal to 1. S mode 1 ആണ്. S mode 1 എന്ന് വെച്ചാൽ ഡബിൾഡ് ബോർഡ് റേറ്റ് ഉള്ള കേസാണ് S mode 1. TH1ന്റെ വാല്യൂ തന്നിട്ടുണ്ട് -2 എന്ന്. ക്രിസ്റ്റൽ ഫ്രീക്വൻസി 11.0592 മെഗാഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ TH1 2 ആവണമെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ ബോർഡ് റേറ്റ്? എസ് മോഡ് 1 ആയതുകൊണ്ട് ന്യൂമറേറ്ററിൽ എന്ത് വരും? 57,600 വരും. കാരണം എസ് മോഡ് 1 ആണ്. ഡിവൈഡഡ് ബൈ എക്സ് നമുക്ക് അറിഞ്ഞുകൂടാ ബോർഡ് റേറ്റ്, അല്ലെങ്കിൽ എക്സ് വേണ്ട, ബോർഡ് റേറ്റ്. നമ്മുടെ ബോർഡ് റേറ്റ് എന്ത് വരും? ബോർഡ് റേറ്റ് എന്ന് പറയുന്നത് 57,600 ഡിവൈഡഡ് ബൈ 2, അതായത് 28,800 വരും. എങ്ങനെ ഇത് ചെയ്തതെന്ന് മനസ്സിലായോ? കാരണം TH1 ലോഡ് ചെയ്യേണ്ട കൗണ്ട് -2 എന്ന് കൊടുത്തിരിക്കുന്ന. നമുക്ക് എപ്പോഴും എന്ത് കൗണ്ട് കിട്ടുന്നോ അതിനെ നെഗറ്റീവ് അല്ലേ എടുക്കുന്നത്. -2 എന്ന് പറയുന്നത് 2ന്റെ കൂടെ നെഗറ്റീവ് സിമ്പിൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ 2നെ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? 28,800 ഡിവൈഡഡ് ബൈ അല്ല ചെയ്യേണ്ടത്, കാരണം എസ് മോഡ് ഇസ് ഈക്വൽ ടു 1 ആയത് കാരണം ഡബിൾ ബോർഡ് റേറ്റ് ആ. 57,600 ഡിവൈഡഡ് ബൈ ബോർഡ് റേറ്റ്. അപ്പൊ ബോർഡ് റേറ്റ് എത്ര വരും? 57,600 ഡിവൈഡഡ് ബൈ 2, അതായത് 28,800 വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ബോർഡ് റേറ്റ് ഡബിൾ ചെയ്യാൻ പറ്റുന്നത്. PCON രജിസ്റ്റർ, പവർ കൺട്രോൾ രജിസ്റ്ററിലെ D7 ബിറ്റ്, അതാണ് എസ് മോഡ് ബിറ്റ് എന്ന് പറയുന്നത്. അതിനെ 1 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ദ ബോർഡ് റേറ്റ് കിട്ടും. ഓക്കെ, നമുക്ക് C പ്രോഗ്രാം, ഒരു 2-3 പ്രോഗ്രാം, ഒരു ട്രാൻസ്മിഷന്റെയും റിസപ്ഷന്റെയും പ്രോഗ്രാം എങ്ങനെ എഴുതും നോക്കാം. നമ്മൾ ആ ALP എഴുതിയ അതേ സ്റ്റെപ്സ് തന്നെ C ലാംഗ്വേജിൽ എഴുതും, അത്രേ ഉള്ളൂ. റൈറ്റ് എ C പ്രോഗ്രാം ഫോർ 8051 ടു ട്രാൻസ്ഫർ ദ ലെറ്റർ A. ഇത് തന്നെയാണ് നമ്മൾ അവിടെ എഴുതിയത്. 8051 C പ്രോഗ്രാം എഴുതണം. എന്തിനു വേണ്ടി? A എന്നുള്ള ലെറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ. ടു ട്രാൻസ്ഫർ ദ ലെറ്റർ A സീരിയലി അറ്റ് 4800 ബോർഡ് റേറ്റ് കണ്ടിന്യൂസ്ലി. യൂസ് 8-bit ഡേറ്റ ആൻഡ് 1 സ്റ്റോപ്പ് ബിറ്റ് എന്ന് വെച്ചാൽ അത് മോഡ് 1 ഉപയോഗിക്കാൻ, അത് നമ്മൾ നോക്കണ്ട.
നമുക്ക് എന്താ വേണ്ട? റൈറ്റ് എ C program for 8051 to transfer the letter A serially at 4800 baud rate. അപ്പൊ ആദ്യം നമ്മൾ ഹെഡർ ഫയൽ എഴുതി, പിന്നെ മെയിൻ ഫംഗ്ഷൻ വിളിച്ചു. മെയിൻ ഫംഗ്ഷന്റെ അകത്ത് ആദ്യമേ നമ്മൾ അവിടെ എഴുതി എന്താ? tmod രജിസ്റ്ററിൽ 20H ലോഡ് ചെയ്യണം. ഇവിടെ അത് തന്നെ tmod is equal to 20H എന്ന് എഴുതാൻ പാടില്ല, 0x20 അത് എഴുതി. അടുത്തത് TH1 ലോഡ് ചെയ്യണം. TH1ൽ എന്ത് വാല്യൂ ആയിരിക്കും ലോഡ് ചെയ്യേണ്ടത്? 28. ഇതിപ്പോ നമ്മൾ സാധാ മോഡാണ്, ഡബിൾ ബോർഡ് റേറ്റ് ഉള്ള മോഡല്ല. അത് 28,800 ഡിവൈഡഡ് ബൈ 4,800 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. 6 എന്ന് പറഞ്ഞാൽ -6. -6 നമുക്ക് എഴുതാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടെ ഹെക്സാഡെസിമൽ എഴുതാൻ പറ്റും. അപ്പൊ -6ന്റെ ഇക്വലന്റ് ഹെക്സാഡെസിമൽ എത്ര കിട്ടും? FAH. അതാണ് 0xFA എന്ന് എഴുതിയത്. 0xFA. അപ്പൊ ആദ്യമേ tmod രജിസ്റ്റർ നമ്മൾ അങ്ങനെ തന്നെയാണ് ALP എഴുതിയത്. പിന്നെ TH1, പിന്നെ SCON രജിസ്റ്ററിൽ എന്ത് വാല്യൂ വരണമായിരുന്നു? 50H വരണമായിരുന്നു. അതിനെയാണ് നമ്മൾ 0x50 എന്ന് എഴുതിയത്. എന്നിട്ട് നമ്മൾ ടൈമറിനെ സ്റ്റാർട്ട് ചെയ്തു. TR1 is equal to 1. പിന്നെ നമ്മൾ ഇത് ഇൻഫിനിറ്റ് ലൂപ്പ് എഴുതി. അതിൻ്റെ അകത്ത് എന്ത് ചെയ്തു? A എന്നുള്ള ആ ക്യാരക്ടർ സീരിയലായിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആ ക്യാരക്ടറിനെ നമ്മൾ SBUF-ലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയല്ലേ ട്രാൻസ്മിഷൻ നടക്കുന്നത്? SBUF-ലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ട്രാൻസ്മിഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തോളും. ഫ്രെയിം ഒക്കെ ചെയ്ത് ട്രാൻസ്മിഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തോളും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം? TI ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ബിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത്. SBUF-ലോട്ട് A വന്നു. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു TI 0 ആയോ ഇല്ലയോ എന്ന്. അതുകൊണ്ടാണ് 2 ഈക്വൽ ടു. ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് 2 ഈക്വൽ ടു. എപ്പം അത് മാറുന്നു, TI 1 ആകുന്നു, ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരും. താഴോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? 1 ആകുക എന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? TI എന്നുള്ള ആ ബിറ്റിനെ അങ്ങ് 0 ആക്കി കൊടുക്കണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് അടുത്ത ബിറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. TI നമ്മളങ്ങ് 0 ആക്കി കൊടുത്തു. അതങ്ങനെ ഇൻഫിനിറ്റ് ടൈംസ് അത് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, കാരണം കണ്ടിന്യൂസ്ലി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യമേ tmod നമ്മൾ ALP എഴുതുന്ന മാതിരി തന്നെ, യാതൊരു വ്യത്യാസമില്ല. tmod എഴുതി, TH1 എഴുതി, SCON എഴുതി. പക്ഷെ TH1 അവിടെ എഴുതുമ്പോൾ -6 ഒന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാമായിരുന്നു. ഇവിടെ അത് പറ്റത്തില്ല, ഹെക്സാഡെസിമൽ ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പൊ tmod TH1 SCON കൊടുത്തു. പിന്നെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇൻഫിനിറ്റ് ലൂപ്പിന്റെ അകത്ത് SBUF എന്നുള്ള രജിസ്റ്ററിൽ ആദ്യമേ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സാധനം ലോഡ് ചെയ്തു. പിന്നെ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടാവും. ആ സമയത്ത് നോക്കണം അത് തീർന്നോ എന്ന് നോക്കണം. തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ബിറ്റ് അങ്ങ് 0 ആക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, write an 8051 C program to transfer the message S serially at 9600 baud rate 8-bit data 1 stop bit. Do this continuously. നേരത്തെ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. S എന്നുള്ള ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാൻ. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്തത്? ആദ്യമേ Y എന്നുള്ള വാല്യൂ അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അക്യുമുലേറ്ററിൽ നിന്ന് SBUF-ലേക്ക് അതൊരു സബ് റൂട്ടീൻ ആയിട്ട് എഴുതി. YES ഒരേ സബ് റൂട്ടീൻ നമ്മൾ പിന്നെയും വിളിച്ചു. അങ്ങനെയാണ് നമ്മൾ അവിടെ എഴുതിയത്. ഇവിടെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കാം. C program, write an 8051 C program to transfer the message S എന്നുള്ള മെസ്സേജ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് സീരിയലി അറ്റ് 9600 baud rate. 9600 എന്ന് പറയുമ്പോൾ 28,800 ഡിവൈഡഡ് ബൈ 9600 3 വരും. 3 അല്ല -3. അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ ആണ് TH1ലേക്ക് ലോഡ് ചെയ്യേണ്ടത്. നമുക്ക് പ്രോഗ്രാം എങ്ങനെ എഴുതുന്നു നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് രജിസ്റ്റർ 51.h. പിന്നെ നമ്മൾ നേരത്തെ അവിടെ ഒരു സബ് റൂട്ടീൻ ഉപയോഗിച്ചില്ലേ, അതുപോലെ ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു. void serial transmission. അതാണ് SCRTX എന്ന് എഴുതിയത്. പേരിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ബ്രാക്കറ്റിൽ ഒരു അൺസൈൻഡ് ക്യാരക്ടർ, ഒരു ക്യാരക്ടർ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അൺസൈൻഡ് ക്യാരക്ടർ എന്ന് കൊടുത്തത്. പിന്നെ മെയിൻ ഫംഗ്ഷൻ എഴുതി. അതിൻ്റെ അകത്ത് ആദ്യം മെയിൻ ഫംഗ്ഷൻ എഴുതേണ്ടത് tmodൽ 20H ലോഡ് ചെയ്തു. TH1ൽ എന്താണ് ലോഡ് ചെയ്യേണ്ടത്? -3യുടെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ FD ലോഡ് ചെയ്തു, 0xFD. പിന്നെ SCON രജിസ്റ്ററിൽ 50H ലോഡ് ചെയ്തു. ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ടൈമർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻഫിനിറ്റ് ലൂപ്പ്, while 1 എന്ന് വെച്ച് ഇൻഫിനിറ്റ് ലൂപ്പാണ്. അതിൽ എന്ത് എഴുതിയെന്ന് നോക്കിയേ, ആ ഫംഗ്ഷൻ വിളിച്ചു. SCRTX എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചു. പക്ഷെ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ ആർഗ്യുമെന്റ് ആണ് പാസ് ചെയ്തിരിക്കുന്നത്. YES 3 പ്രാവശ്യം വിളിച്ചു. അപ്പൊ SCRTX Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ.
void CRTX unsigned character X. ആദ്യം എന്ത് ചെയ്തു? എസ് ബഫിലേക്ക് എക്സ് സ്റ്റോർ ചെയ്തു. അപ്പം സെർട്ടെക്സ് വൈ ആണ് നമ്മൾ ഇത് വിളിച്ചിരിക്കുന്നതെങ്കിൽ ഏതാണ് നമ്മൾ ഏത് പാരാമീറ്റർ ആണ് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത്? വൈ എന്നുള്ള പാരാമീറ്റർ ആണ് എക്സിൽ കിടക്കുന്നത്, വൈ. അപ്പം എസ് ബഫിലോട്ട് വൈ വരും. എന്നിട്ട് സീരിയൽ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടാവും. അപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും TI 0 ആണോ 1 ആണോ എന്ന്. 1 ആകുന്നിടത്ത് ആ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്ന് അതിനെ 0 ആക്കും. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. തിരിച്ചു വരുമ്പോൾ പിന്നെ അടുത്തതാ വിളിക്കുന്നു, അടുത്ത ഫംഗ്ഷൻ പിന്നെ അതേ ഫംഗ്ഷൻ തന്നെ പിന്നെയും വിളിക്കുന്നു. പക്ഷെ ഇപ്പൊ പാസ് ചെയ്യുന്ന പാരാമീറ്റർ ആണ്. അപ്പൊ എസ് ബഫിന്റെ വാല്യൂ എന്താ? ആവും. എന്നിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് 0 ആണോ 1 ആണോ എന്ന്. 1 ആകുന്നിടത്ത് അത് ബ്രേക്ക് ചെയ്ത് വന്ന് 0 ആക്കിയിട്ട് പിന്നെയും തിരിച്ചു പോകും. തിരിച്ചു പോകുന്ന ഏത് സ്റ്റെപ്പിലേക്കാ? മെയിൻ ഫംഗ്ഷന്റെ ഈ സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോകും. പിന്നെയും അതേ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു എസ് എന്നുള്ള ലെറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് സെയിം തന്നെ. ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ ഒരൊറ്റ ലെറ്റർ എ അല്ലേ ട്രാൻസ്മിറ്റ് ചെയ്തത്. ഇപ്പൊ 3 ലെറ്റർ ഉണ്ട്, YES. അങ്ങനെയാണെങ്കിൽ ALP വഴിയാണെങ്കിലും സി പ്രോഗ്രാം വഴിയാണെങ്കിലും നമ്മൾ എഴുതുമ്പോൾ നമ്മളൊരു സബ് റൂട്ടീൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ, സി പ്രോഗ്രാമിന്റെ കേസിൽ ഒരു ഫംഗ്ഷൻ വെച്ച് ഡിക്ലെയർ ചെയ്താൽ നല്ലതായിരിക്കും. ALP ആണെങ്കിൽ സബ് റൂട്ടീൻ വെച്ച് നമ്മൾ നേരത്തെ എഴുതിയതുപോലെ എഴുതിയാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഇപ്പൊ റിസപ്ഷന്റെ ഒരു സി പ്രോഗ്രാം. Program the 8051 in C to receive bytes of data serially and put them in P1. അപ്പൊ എന്താ വേണ്ടത്? നേരത്തെ ചെയ്ത അതേ ALP ചെയ്ത അതേ കാര്യം തന്നെയാണ്. പ്രോഗ്രാം 8051 in C പ്രോഗ്രാം എഴുതുക. To receive bytes of data serially. റിസീവ് ചെയ്യാൻ, സീരിയൽ ഡാറ്റ റിസീവ് ചെയ്യാൻ, and put them in P1. റിസീവ് ചെയ്തിട്ട് P1 എന്നുള്ള പോർട്ടിലേക്ക് ഇടാനായിട്ട്. Set the baud rate at 4800. 4800 എന്ന് പറയുമ്പോൾ 28,800 divided by 4,800 ചെയ്യുമ്പോൾ 6 വരും. 6 എന്ന് പറഞ്ഞാൽ -6 ആയിരിക്കും. -6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ അതാണ് നമ്മൾ TH1ലേക്ക് ലോഡ് ചെയ്യേണ്ടത്. നമുക്ക് പ്രോഗ്രാം നോക്കാം. ആദ്യമേ ഹെഡർ ഫയല്, പിന്നെ മെയിൻ ഫംഗ്ഷൻ. അതിൻ്റെ അകത്ത് ഒരു അൺസൈൻ ക്യാരക്ടർ, എന്തെങ്കിലും ഒരു വേരിയബിളിൽ ഒരു അൺസൈൻ ക്യാരക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യുന്ന എസ് ബഫിൽ നമ്മൾ റിസീവ് ചെയ്യത്തില്ലേ, ആ വാല്യൂ നമുക്ക് എങ്ങോട്ടേക്കെങ്കിലും ടെമ്പററി ആയിട്ടൊന്ന് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ആ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്തേക്കുന്ന ഇടത്തുനിന്ന് മാത്രമേ നമുക്ക് P1ലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അൺസൈൻഡ് ക്യാരക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്തത്. മൈബൈറ്റ് എന്തെങ്കിലും ഒരു വാക്ക് കൊടുക്കാം. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും? എസ് ബഫിൽ നമ്മൾ റിസീവ് ചെയ്തേക്കുന്ന സാധനം ഈ മൈബൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അത് എങ്ങനെ എഴുതും? മൈബൈറ്റ് ഇസ് ഈക്വൽ ടു എസ് ബഫ്. അപ്പൊ എസ് ബഫിലെ സാധനം മൈബൈറ്റിലേക്ക് വന്നു. എന്നിട്ട് P1 is equal to മൈബൈറ്റ്. ഇങ്ങനെയല്ലേ എഴുതുന്നത്? അപ്പൊ മൈബൈറ്റിലെ ക്വാണ്ടിറ്റി P1ലേക്ക് പോയി. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എസ് ബഫിൽ നിന്ന് P1ലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്ക് ALPയുടെ സമയത്ത് അത് പറ്റിയിരുന്നില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? ഹെഡർ ഫയല്, മെയിൻ ഫംഗ്ഷൻ, അൺസൈൻ ക്യാരക്ടർ മൈബൈറ്റ് അത് ഡിക്ലെയർ ചെയ്തു. കാരണം ടെമ്പററി ആയിട്ടൊന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് അൺസൈൻ ക്യാരക്ടർ ഡിക്ലെയർ ചെയ്തത്. പിന്നെ T മോഡിൽ 20H. TH1ൽ എന്തായിരിക്കും ലോഡ് ചെയ്യേണ്ടത്? -6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ, അതായത് FAH. പിന്നെ SCONൽ 50H ലോഡ് ചെയ്തു. ടൈമർ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇൻഫിനിറ്റ് ലൂപ്പിന്റെ അകത്ത് എന്ത് എഴുതി? ടൈമർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസപ്ഷൻ തുടങ്ങിയെന്നാണ് അർത്ഥം. റിസപ്ഷൻ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ? എസ് ബഫിൽ നിന്ന് വാല്യൂ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ റിസപ്ഷൻ കഴിഞ്ഞെന്ന് എങ്ങനെ മനസ്സിലാക്കും? റിസീവ് ഇന്ററപ്റ്റ് ബിറ്റ് RI നോക്കുക. അപ്പൊ RI കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യും. 0 ആണെങ്കിൽ അവിടെ തന്നെ കിടന്ന് കറങ്ങും. 0 അല്ലെങ്കിലോ 1 ആയിക്കഴിഞ്ഞാൽ അതിന് പുറത്ത് വരും. പുറത്ത് വന്നിട്ട് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കളയരുത്. കാരണം ക്ലിയർ ചെയ്ത് കളയുന്നതിന് മുന്നേ, ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ വേണമെങ്കിൽ അടുത്ത ഡേറ്റ അപ്പൊ തന്നെ വരാം. അപ്പൊ അത് എസ് ബഫിലെ കണ്ടന്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ലേ? അപ്പൊ ക്ലിയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എസ് ബഫിലെ വാല്യൂ, നമ്മൾ റിസീവ് ചെയ്ത വാല്യൂ മൈബൈറ്റിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് മൈബൈറ്റിലെ വാല്യൂ P1ലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ആവശ്യമുള്ള വാല്യൂ നമുക്ക് എവിടെ കിട്ടി? പോർട്ട് 1ൽ കിട്ടിക്കഴിഞ്ഞു. ഇത് നമുക്ക് RIയെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കത് പെർമനന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ എല്ലായിടത്തെയും പ്രോഗ്രാം ഒരേ രീതിക്കാണ് പോകുന്നത്. ആദ്യം T മോഡ് സെറ്റ് ചെയ്തു. പിന്നെ TH1ൽ ബോർഡ് റേറ്റിനനുസരിച്ചുള്ള ഒരു വാല്യൂ ലോഡ് ചെയ്തു. T മോഡിൽ എപ്പോഴും 20H ആണ് എഴുതുന്നത്. SCONൽ 50H. അത് ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് 20H ഉം 50H ഉം ഒക്കെ വന്നതാണ്. പിന്നെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ടൈമർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞോ ഇല്ലയോ എന്ന് നോക്കണം. കഴിഞ്ഞില്ലെങ്കിൽ അവിടെ തന്നെ കിടക്കും. കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ RI എന്നുള്ള ബിറ്റ് ഹൈ ആയി, അത് കഴിഞ്ഞ റിസപ്ഷൻ കഴിഞ്ഞെങ്കിൽ
എന്ത് ചെയ്യണം? എസ് ബഫിൽ വന്നിരിക്കുന്ന റിസീവ് ചെയ്തിരിക്കുന്ന ഡേറ്റ മൈബൈറ്റിൽ കൊണ്ടുവച്ച്, മൈബൈറ്റ് അതൊരു ക്യാരക്ടർ ടെമ്പററി സ്റ്റോറേജിന് വേണ്ടി, എന്നിട്ട് അവിടെ നിന്ന് എടുത്ത് പോർട്ട് 1ലേക്ക് കൊണ്ടുപോകുന്നു. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് അതാ ചെയ്യേണ്ടത്. റിസീവ് ബൈറ്റ്സ് ഓഫ് ഡേറ്റ സീരിയലി ആൻഡ് പുട്ട് ദം ഇൻ P1. എന്നിട്ട് എല്ലാ ഡേറ്റയും സേഫ് പ്ലേസിലോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിസീവ് ഇൻട്രപ്റ്റിനെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇതാണ് പ്രോഗ്രാം. അപ്പൊ സീരിയൽ ഫ്ലോട്ട് പ്രോഗ്രാമിംഗിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ആ രജിസ്റ്റേഴ്സ് പഠിക്കുക. എസ് ബഫ്, എസ്കോൺ രജിസ്റ്റേഴ്സ് പഠിക്കുക. പിന്നെ പ്രോഗ്രാം ചെയ്യാൻ ട്രാൻസ്മിഷന്റെ റിസപ്ഷന്റെ സ്റ്റെപ്സ് നീറ്റ് ആയിട്ട് അറിയാമെങ്കിൽ യു ക്യാൻ ഈസിലി റൈറ്റ് ദ പ്രോഗ്രാംസ്. ഒരു ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ എ എന്നുള്ള ബിറ്റ്, എ എന്നുള്ള ലെറ്ററിന്റെ കറസ്പോണ്ടിങ് കോഡ്, അല്ലെങ്കിൽ A to Z ഏത് അക്ഷരം വേണമെങ്കിലും വരാം. അതുപോലെ സിംഗിൾ ഡേറ്റ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ 3-4 അക്ഷരം YES, ഇപ്പൊ 3 അക്ഷരം ഇല്ലായിരുന്നോ, അതുപോലത്തെ ഡേറ്റ ട്രാൻസ്മിഷനും ചോദിക്കാം. ALP ആണെങ്കിലും C പ്രോഗ്രാം ആണെങ്കിലും ലോജിക് ഒന്ന് തന്നെ, ഒരേ രീതിയിൽ തന്നെയാണ് അത് എഴുതുന്നത്. ബോഡ് റേറ്റ് ഡബിൾ ചെയ്യാനായിട്ട് നമുക്കൊരു ബിറ്റ് ഉണ്ട്, എസ് മോഡ് ബിറ്റ് ഇൻ ദ പവർ കൺട്രോൾ പീക്കോൺ രജിസ്റ്റർ. രജിസ്റ്റർ പഠിക്കാനില്ല. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ഉള്ള രജിസ്റ്റേഴ്സ് സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗിൽ എസ് ബഫ് ഉണ്ട്, എസ്കോൺ ഉണ്ട്, പിന്നെ ഒരു ബിറ്റ് എസ് മോഡ് ബിറ്റ് ഓഫ് പീക്കോൺ രജിസ്റ്റർ. ഇത് സീരിയൽ ബഫർ രജിസ്റ്റർ, സീരിയൽ കൺട്രോൾ രജിസ്റ്റർ, ഇത് പവർ കൺട്രോൾ രജിസ്റ്ററിൽ ഒരൊറ്റ ബിറ്റ് എസ് മോഡ് ബിറ്റ്, അതാണ് ബോഡ് റേറ്റ് ഡബിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ,